രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ടിറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അങ്ങനെ രേണുസുതിയെ വെച്ച് മാത്രം കണ്ടന്റ് ഉണ്ടാക്കി ഉപജീവനം കഴിയുന്നവർക്ക് വീണ്ടും അവസരം ഉണ്ടാക്കിക്കൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് രേണുസുതി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉള്ളത് പറയാലോ, ഈ ടോപ്പിക്ക് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ രേണുസുതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 ദിവസമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുന്ന സമയത്ത് ചിലത് പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസീവ് ഹെയ്റ്റിലേക്കാണ് ഇപ്പൊ രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് രേണുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് എങ്ങനെയാണോ ആ ഹെയ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രേണു തന്നെ വരുത്തി വെച്ചതാണ്. അത് ഒന്നാമത്തെ കാര്യം. രേണുവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം പണ്ട് രേണുവിനെ കുറ്റം പറഞ്ഞ് വീഡിയോസ് ചെയ്തവരെല്ലാം ഒന്ന് മൗനം പാലിച്ചതായിരുന്നു. രേണുവിനെ കുറച്ചു കാലത്തേക്ക് കുറ്റം പറയുന്ന പരിപാടിയൊക്കെ നിർത്തിവെച്ചതായിരുന്നു. പക്ഷേ രേണുവായിട്ട് വീണ്ടും അവർക്ക് കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. എല്ലാത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പേ രേണു കിച്ചുവിനെതിരെ ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോ വന്നതിന് ശേഷമാണ് രേണുവിന് ഇത്രത്തോളം ഹെയ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കിച്ചുവിനെ കുറ്റം പറഞ്ഞ ആ വീഡിയോ അന്ന് രേണു ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും ആ രോഗത്തിന്റെ സഹതാപത്തോടു കൂടി ആളുകൾ രേണുവിനെ നോക്കി കണ്ടേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ നേരെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറി കേട്ടോ. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം. അതിൽ ആദ്യമായി പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിച്ചുവിനെതിരെ 2 ദിവസം മുമ്പ് രേണു ഒരു വീഡിയോ ചെയ്തു എന്നുള്ളത്. കിച്ചുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ. ആ വീഡിയോ വന്നതിന് ശേഷം രേണുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ രേണുവിന്റെ രോഗത്തെ പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവൾക്ക് ശരിക്കും ക്യാൻസർ ഒന്നുമില്ല, ഇതൊക്കെ ഇവളുടെ സഹതാപം പിടിച്ച് പറ്റാനുള്ള അഭിനയം മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ഒരുപാട് വരാൻ തുടങ്ങി. അത് കൂടാതെ തന്നെ ഇന്നലെ രേണുവിന്റെ രോഗത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് രേണുവിന്റെ മുഖ്യ ശത്രുവായിട്ടുള്ള ഷെഫീന ബേബി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലെ ചെറിയൊരു പോസ്റ്റോടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇവള് മുഴുക്ക അഭിനയിക്കുകയാണെന്നുള്ളത് തെളിവാണ്. പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ ഈ ചാടി തുള്ളിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല, നിങ്ങൾ പോയി കേട്ടാൽ മതി. അതിനകത്തും അവർ പറയുന്നുണ്ട്, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും അല്ല, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എന്റെ എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അപ്പം ബ്രസ്റ്റിലല്ലേ ക്യാൻസർ. ഇത് ഇവള് തന്നെ പറയുന്നതാണ്. അതും സംശയങ്ങളാണ്, നമുക്കറിയത്തില്ല. നമുക്ക് സംശയങ്ങൾ ചോദിക്കാനല്ലേ പറ്റൂ, ഉത്തരങ്ങൾ അപ്പുറത്തു നിന്നാണ് വരേണ്ടത്. പിന്നെ അസുഖത്തിന്റെ കാര്യങ്ങൾ അവർ പറയുന്നത് തന്നെ അവരുടെ അസുഖം. അവരിപ്പോ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ, നാളെ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്, അവർക്ക് ഇനി പിന്നെ വേറെന്താ ക്ഷയമാണെന്ന് പറഞ്ഞാൽ ക്ഷയം, എന്താന്ന് വെച്ചാൽ അവർ പറയുന്നത് തന്നെ. കാരണം എന്തിനേയും വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണിത്. പിന്നെ വേറെ അല്ലാതെ കുറെ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിലൊക്കെ പറയുന്ന കാര്യം പിന്നെ എന്താ ഇവൾ രക്ഷപ്പെട്ടതാണ് എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ തോന്നുന്ന അങ്ങനെ നിങ്ങൾക്ക് തോന്നണ്ട. ഇതിനേക്കാൾ വലിയ രീതിയിൽ, അതിനേക്കാൾ വളരെ മികവുറ്റ രീതിയിൽ അവരതിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. അത് ചുമ്മാതെയൊന്നുമല്ല. ഇപ്പോൾ അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ഈ ഒരു അവസരം അവർ ഉപയോഗിക്കുന്നു. ഭർത്താവിന്റെ മരണം ആഘോഷമാക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വന്തം അസുഖം പിന്നെ ലോട്ടറി അടിച്ചണക്കല്ലേ. അതെ, ഭയങ്കര ലോട്ടറിയാണ് അസുഖം വരുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ രേണു സുധിച്ചേട്ടന്റെ മരണം ആഘോഷിച്ചത് പിന്നെയും ഓക്കെ, പക്ഷെ എന്ന് കരുതി ക്യാൻസർ പോലുള്ള ഒരു രോഗം ഒരാൾക്ക് വരുന്ന സമയത്ത് അത് അയാൾ ആഘോഷിക്കുകയാണെന്നൊക്കെ പറയാൻ എങ്ങനെയാണ് ഷെഫീന നിങ്ങൾക്ക് സാധിക്കുന്നത്? ഉള്ളത് പറയാലോ, നിങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ പറയാൻ സാധിക്കൂ? നിങ്ങളെ നാവിനെ ഇങ്ങനെയുള്ള വാക്കുകൾ വരത്തുള്ളൂ. ഞാൻ ഇപ്പൊ മനസ്സിനുള്ളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്ന് അറിയോ? എന്റെ ജീവിതത്തിൽ എനിക്കൊരു മുഖ്യ ശത്രു ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആ മുഖ്യ ശത്രുവിന് പോലും ശത്രുവായിട്ട് ഷെഫീനയെ കൊടുക്കരുത് എന്നാണ്. കാരണം നാളെ അവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാണെങ്കിൽ ഷെഫീന ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പൊ ചിലപ്പോൾ നാളെ ഷെഫീന പറഞ്ഞ പോലെ ഒരു പക്ഷേ രേണുസുതിയുടെ ക്യാൻസർ രോഗം ഭേദമാകുകയാണെങ്കിൽ, ഭേദമാവട്ടെ, അങ്ങനെ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ പഴയ പോലുള്ള ഉടായ്പ പരിപാടികളുമായി രേണു വീണ്ടും രംഗപ്രവേശനം ചെയ്തേക്കാം. വീണ്ടും മാറിടം കാണിച്ചുകൊണ്ട് സത്കൃഷ്യം പരിപാടികൾ തുടങ്ങിയേക്കാം. ഇതുവരെ ചെയ്തു കൂട്ടിയ അപരാധങ്ങളെക്കാളും ചിലപ്പം 10 മടങ്ങ് അപരാധങ്ങൾ വീണ്ടും കാണിച്ചേക്കാം. പക്ഷെ അതൊക്കെ അപ്പോഴുള്ള കാര്യമില്ലേ, രോഗം റിക്കവർ ചെയ്ത് വരുമ്പോഴുള്ള കാര്യമില്ലേ, അതപ്പോ നോക്കിയാൽ പോരെ. അന്നേരം അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം പറഞ്ഞതിന്റെ ഇരട്ടി പറഞ്ഞോ, ഇരട്ടി വിമർശിച്ചോ, വേണമെങ്കിൽ 4 തെറി കൂട്ടി വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അവരൊരു രോഗാവസ്ഥയിലാണുള്ളത്. ഒരു മനുഷ്യൻ ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ രോഗാവസ്ഥയെ മാനിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ കാണിക്കുന്ന ബേസിക് മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോഴേക്കും അതവർ ആഘോഷിക്കുകയാണ്, വീണ് കിട്ടിയ ലോട്ടറി ആണെന്നൊക്കെ പറയുന്നത് എന്ത് മാന്യതയില്ലായ്മയാണ്. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞത് കാരണം നാളെ ഷെഫീന എന്നെ ഒരു 4 തെറി കൂട്ടി വിളിച്ച് വീഡിയോ ചെയ്തേക്കാം. ഉള്ളത് പറയല്ലോ, എനിക്കതൊന്നും ഒരു വിഷയമല്ല. എന്നെ ഒരു മുമ്പ് എത്രയും തെറി വിളിച്ചേക്കുന്നു, ഞാനത് മൈൻഡ് പോലും ചെയ്യാൻ പോകാറില്ല. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞത്
എന്നത് കാരണം നിങ്ങൾ നോക്കിക്കോ, നാളെ ഷെഫീനെ രേണുസുദീനെ ഒരു 10 തെറിയും കൂടി കൂട്ടി വിളിച്ച് വീഡിയോ ആയിട്ട് വരും. അത് അങ്ങനെ ഒരു സ്ത്രീയാണ്. പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത് വ്യൂവേഴ്സിനോടാണ്, നിങ്ങൾക്കെങ്കിലും കുറച്ച് ബോധം ഉണ്ടാവണം. ഇങ്ങനെ ഒരാളെ വായ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞതിനോടൊന്നും എനിക്കൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കണം അല്ലേ? നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസിനോടും ഒരു മിതത്വം പാലിക്കണം. ഞാൻ ഷെഫീനെ മാത്രം പറഞ്ഞല്ലേ, ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഇപ്പൊ കുറെ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ട്, റിയാക്ഷൻ വ്ളോഗ് എന്നും പറഞ്ഞ് വായ തോന്നി അങ്ങോട്ട് വിളിച്ച് പറയാം. എന്നിട്ട് അത് കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുക. എന്നിട്ട് ഇതിനൊക്കെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരുന്നതോ നമ്മളെ പോലുള്ള ആളുകൾക്കും. ഇതൊക്കെ കുറച്ച് കാലമായിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത്തരം അവസരങ്ങളിലൊക്കെ അല്ലേ നമുക്ക് നമ്മുടെ കൺസേൺ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഷെഫീന ഹബീബിന്റെ കാര്യം ഇവിടെ കേട്ടിക്കട്ടെ. നമുക്ക് ബാക്ക് ടു രേണുസുതി ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ രേണുസുതിയെ ആദില നൂറയും അതുപോലെ തന്നെ അനുമോളൊക്കെ ഒരുമിച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി വന്നതിന് ശേഷം അനുമോള് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ആവുന്ന കേട്ടോക്കാം. അനു കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ രേണു ചേച്ചിന്റെ അടുത്ത് പോയത് കണ്ടു. എന്താ ആളുടെ എങ്ങനെ പുള്ളിക്കാരിക്ക് എന്താ പറയാ, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പോയി അതിന് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പൊ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി റിക്കവറായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, വരും, ഉറപ്പായിട്ടും വരും. പിന്നെ ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡ് വെയിറ്റ് ഇപ്പൊ 34 ഉള്ളൂ. അപ്പൊ ഒരാള് ഇപ്പൊ ഇത്രയും മരുന്ന് ഉള്ളിലോട്ട് പോകുമ്പോ ഒന്നെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിരിക്കണം, വെയിറ്റിംഗിലും വേണം. ഒട്ടും ഹെൽത്തി അല്ല പുള്ളിക്കാരി. കഴിക്കുന്ന ഫുഡെല്ലാം ഒമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പഴയതുപോലെ വേണം, പഴയതുപോലെ ഇറങ്ങണ്ടേ, അഭിനയിക്കണ്ടേ, ആകർഷം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഴയതുപോലെ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പറയുന്ന പോലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അനുമോളെ. സോഷ്യൽ മീഡിയ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ഇപ്പൊ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ദിവസം 10-15 സ്റ്റോറീസ് ഒക്കെ ആണ് ഇടുന്നത്. അതുകൂടാണ്ട് കുറെ റീൽസും വീഡിയോസ് ഒക്കെ. നല്ല അനുസരണമുള്ള കുട്ടിയാണ് രേണുസുതി. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. അനുമോളുടെ ബാക്കിൽ ആരൊക്കെയാണുള്ളത്? 4-5 ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ആരാണ് അനുമോളെ? ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ ആയില്ലേ? ബിഗ് ബോസ് ജയിച്ചപ്പോ അനുമോളുടെ റേഞ്ച് നോക്കി നിങ്ങള്. 4-5 ബ്ലാക്ക് കാറ്റ്സിന്റെ കൂടെയൊക്കെയാണ് നടത്തം. ആരപ്പത്? ഏതാപ്പ റേഞ്ച്? അനുമോളൊക്കെ ഒരു ഉയർച്ച നോക്കണം നിങ്ങൾ. നന്നായി വരട്ടെ എന്തായാലും. എനിവേ, ഇനി ഇതിനെല്ലാം ഇടയിൽ രേണുസുതി ഇന്നലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്ത് കേട്ടോ. ഞാൻ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. ആ റീലിന്റെ അവസാന ഭാഗം രേണു ഒരു സംഭവം കാണിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. கொஞ்சம் காற்றில் மயங்கி கொஞ்சம் மேலே பறந்ததோ மலை வேலை வேலை காட்டுதோ என் மூளை வானம் ஜுவாலை முட்டுதோ. ഓക്കെ, ആള് മുടിയൊക്കെ പറിച്ച് കാണിച്ചിരുന്നുണ്ടല്ലേ. താൻ കീമോ ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവ് കാണിച്ചതാണ് സംഭവം. അറിയാലോ, കീമോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുടി ദുർബലാവും, പറിക്കുമ്പത്തിനേക്ക് പോരുന്ന അവസ്ഥ വരും. പിന്നെ പതിയെ പതിയെ തലയിലുള്ള മുടിയൊക്കെ കൊഞ്ഞൊരു മുട്ടയാവുന്ന അവസ്ഥ വരും. അതിനൊരു ഫസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പൊ രേണു ഉള്ളത്. അതിന്റെ ഒരു സൈനാണ് നമുക്കിപ്പോ കാണിച്ചു തന്നത്. എനിക്ക് തോന്നുന്നത് രേണുസുതിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും കമന്റ് ഇടുകയും ഷെഫീന ഹബീബിനെ പോലുള്ള ആളുകൾ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവർക്കുള്ള മറുപടി എന്നോണമാണ് രേണുസുതി ഇപ്പൊ മുടി പറിച്ച് കാണിച്ചത്. എന്തായാലും കഴിഞ്ഞില്ലേ കേട്ടോ. ഇനി രേണുസുതി ഇത് കഴിഞ്ഞ് വേറൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും അതൊന്നും കണ്ടോക്കാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും എന്താ പറയാ, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയാ രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുക, അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്, ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ
നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. ശരി. അപ്പൊ ഈ രോഗാവസ്ഥയിലും ഇനോഗ്രേഷൻ പരിപാടികളായിട്ട് ഇറങ്ങാനാണ് രേണുവിന്റെ പ്ലാന് അല്ലേ? എന്ത് പറ്റി രേണു? കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നു തുടങ്ങിയോ? അല്ല, ക്യാൻസർ പോലുള്ള രോഗമാവുന്ന സമയത്ത് എന്തായാലും ചികിത്സ കോസ്റ്റ്ലി ആണല്ലോ. ചിലപ്പം കയ്യിൽ കരുതി വെച്ച പൈസ ഒക്കെ തീർന്നു കാണും. അതുകൊണ്ടാവണം ഈ ഇനോഗ്രേഷൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തത്. എന്തായാലും കൊള്ളാം. ഈ ഒരു അവസ്ഥയിലും ഇനോഗ്രേഷന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ള ഒരു മനസ്സുകൾ ആരും കാണാണ്ട് പോരുത്. ബാക്കിയുടെ കേട്ടോക്കെ എന്തായാലും എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഓരോ ദിവസം നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്. അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. അപ്പം ഞാൻ പ്രോഗ്രാം ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രോഗ്രാം, ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് അടുത്ത കീമോ 10-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് വേണം. ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. റെസ്റ്റ് അല്ലെന്നല്ല, ഞാനിങ്ങനെ കിടന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നത്. അതിനും കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാർ. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ കാണണം. സോ താങ്ക് യു. ഓക്കെ. അപ്പൊ മാനസിക സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഓരോ റീൽസും വീഡിയോസും ഒക്കെ താൻ ചെയ്തിടുന്നത് എന്നാണ് ഈ പറയുന്ന രേണുസുതി പറയുന്നത് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല. ചികിത്സകളുടെ ഫണ്ടിന് വേണ്ടിയൊക്കെ തന്നെയാണ് ഇവർ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ യൂട്യൂബ് അത്യാവശ്യം പൈസ കൊടുക്കും. ഇവർക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ സബ്സ്ക്രിപ്ഷൻ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സമ്പാദിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. അതിലൊരു വീഡിയോ ഇട്ട് അത്യാവശ്യം ഒരു 5-6 ലക്ഷം വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ തന്നെ ചികിത്സക്കുള്ള കുറച്ചെങ്കിലും ഫണ്ടാവല്ലോ. അതിന് വേണ്ടിയൊക്കെ തന്നെ ആയിരിക്കണം അവർ യൂട്യൂബിൽ നിരന്തരമായിട്ട് വീഡിയോസ് ഇടുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ പോകുന്ന രേണുവിന്റെ കാര്യങ്ങൾ. എന്നിരുന്നാലും ഈ ഒരു അവസ്ഥയിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിന്റെ കുറെ സുഹൃത്തുക്കൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ആ 2 ദിവസം മുമ്പുള്ള കിച്ചുവുമായി ബന്ധപ്പെട്ടുള്ള ആ കോൺട്രവേഴ്സി തുടങ്ങിയതിന് ശേഷം രേണുവിനെ പൊക്കി പിടിച്ചും കിച്ചുവിനെ താഴ്ത്തി കെട്ടിയും ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, രേണുവിന്റെ സുഹൃത്താണെന്നും പറഞ്ഞുകൊണ്ട്. അതിൽ ഏതൊരു വ്യക്തി 2 ദിവസം മുമ്പേ രേണുസുതി ജീവൻ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പരെല്ലാരും കൂടി പിടിച്ചേറി കയറ്റിയതാണ്. അതിനുശേഷം ശാരിക ചില കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് മുട്ടം കോമഡിയാണ് മക്കളെ. ഈ ശാരിക രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിച്ചുവിനെ കുറിച്ച് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ വേണമെങ്കിൽ അതിന് ചെറിയൊരു ഭാഗം പ്ലേ ചെയ്യാം. ഹലോ ഡാർലിങ്സ്, ഏവർക്കും റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്സിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു വീഡിയോ ഇനി ചെയ്യണ്ട എന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ ചെയ്യാതിരിക്കാനായില്ല മക്കളെ. വേറൊന്നുമല്ല, രേണുസുതിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രേണുവിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ ഇങ്ങനെ അവളെ കുറിച്ച് വീഡിയോകളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. വേറൊന്നുമല്ല, അവൾ രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവളെ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിറ്റ്സോ അവളെ കാണാൻ ചെന്നില്ല എന്ന് അവൾ വളരെ ദണ്ണപ്പെട്ട ഒരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞു. ഇത് രേണുവിന്റെ മകൻ അല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല. ഋത്തപ്പനെ കാണാൻ വന്നില്ല. ഞാൻ ഇത്രയൊരു അവസ്ഥയിൽ കിടന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവൻ തുലാസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അവളതൊരു പരാതിയായിട്ടല്ല, അവളൊരു പരിഭവമായിട്ടാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ചോ ഇറക്കി ഈ കിച്ചോ എന്ന് പറഞ്ഞവൻ കെട്ടിയൊരുങ്ങി പോകാൻ ഇറങ്ങുന്ന രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് പരാതിക്കാരുടെയൊക്കെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇറക്കിയിട്ട് അവൻ പോയത്. അതിന് അവനെ നാട്ടുകാരെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ രേണുവിനെ കാണാൻ ചെല്ലുന്നു. പക്ഷെ രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത്? സബ്സ്ക്രിപ്ഷൻ. രേണുസുതി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ച് കാണിച്ചു, മലന്ന് കിടന്ന് കാണിച്ചു, കമന്ന് കിടന്ന് കാണിച്ചു. ഇതൊക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോ ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്നും ആരും കുറെ പേര് അധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണുസുതി എന്നെ നിനക്ക് അയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് രേണു പറയേണ്ടതാ, പക്ഷെ അവളത് പറഞ്ഞില്ല. അവൾക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നെ കാണിച്ചിട്ടുണ്ട് അവള്. ഞാൻ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ നീ പലവട്ടം അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവള് തലേക്ക് വെച്ച് എന്റെ പൊന്നു ശാരി കാശിനാടി കിടന്ന് വിളിക്കുന്നത് 1, 2, 100, 500 അല്ല അന്ന് രാഹുൽദാസിന് വേണ്ടിയിരുന്നത്. 2000, 3000, 4000, 5000 ആ കണക്കേ ഉള്ളൂ. ഇതെല്ലാം അവര് നിനക്ക് കൃത്യമായിട്ട് GPay ചെയ്തു തന്നു. അവര് വളർത്തിയ മകനെന്നുള്ള ആ ഒരു അനുകമ്പ കൊണ്ട് അതെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് ഇപ്പൊ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തു പോയി. നാണോ ഉണ്ടോടാ നിനക്ക്?
ശരി, ഈ കിച്ചുവിനോട് നാണമുണ്ടോ എന്ന് ചോദിക്കുന്ന ശാരികയോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നാളെ നിങ്ങളുടെ അമ്മയാണ് രേണുസുതിയെ പോലെ ഇതേപോലെ സബ്സ്ക്രിപ്ഷനും തുറന്നു വെച്ച് മാരുടെയും ഇങ്ങനെ കാണിച്ച് തരാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കോ? ആ രീതിയിൽ അവർ വരുമാനം ഉണ്ടാക്കി തുടങ്ങിയാൽ നിങ്ങൾ അംഗീകരിക്കോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് എന്നെ കൊണ്ട് ശാരിക പറയിപ്പിച്ചതാണ്. എടോ, ആത്മാഭിമാനമുള്ള ഏതൊരു മകനും ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ കിച്ചു ചെയ്തിട്ടുള്ളൂ. സ്വന്തം അമ്മ നാട്ടുകാർക്ക് മുന്നിൽ തുണി അയച്ച് കാണിച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നത് ആത്മാഭിമാനമുള്ള ഏത് മകനാണ് പിടിക്കുക? ഏത് മകനാണ് ഇത് ഇഷ്ടപ്പെടുക? നിങ്ങൾ എന്താ പറയുന്നത് ശാരിക? ഈ രേണുസുതി മാരുടെ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് കിച്ചു സപ്പോർട്ട് ചെയ്യണമെന്നാണോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരാളെ സപ്പോർട്ട് ചെയ്യണേന് വേണ്ട ഒരു ലോജിക്ക് ന്യായീകരിച്ചോ, പക്ഷെ ഒരുമാതിരി തീട്ട ന്യായീകരണമാവരുത് കേട്ടോ. പിന്നെ തൊട്ടു മുമ്പ് എന്തോ ശാരിക പറഞ്ഞല്ലോ, രേണുസുതി ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത് കിച്ചു രേണുവിനെ പൈസക്ക് വേണ്ടി വിളിച്ചു, അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ രേണു എനിക്ക് കാണിച്ചു തന്നു എന്നൊക്കെ. ഒരമ്മ സ്വന്തം മകന് കൊടുത്ത സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ അമ്മേന്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോരെ. ഈ പറഞ്ഞ ശാരികക്ക് മക്കളുണ്ടല്ലോ, അവരും ശാരികയോട് പൈസ ചോദിക്കാറുണ്ടല്ലോ, ശാരിക ചിലപ്പോൾ കൊടുക്കുന്നുമുണ്ടാകും. അതിലൊക്കെ സ്ക്രീൻഷോട്ട് ശാരിക നാട്ടുകാരെ കാണിച്ചടക്കലുണ്ടോ? സുഹൃത്തുക്കളെ കാണിച്ചടക്കലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ രേണു അങ്ങനെ ചെയ്യുന്ന ണ്ടെങ്കിൽ അത് രേണുവിന്റെ നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം രേണുവിന്റെ രോഗാവസ്ഥയെ മാനിച്ച് തൽക്കാലം ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ്. ഇതിങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാണ് ശാരിക. ദയവ് ചെയ്ത് ശാരികയോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. രേണുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്നല്ലേ ശാരിക നീ പറയുന്നത്? ആ പ്രിയപ്പെട്ട സുഹൃത്താണെങ്കിൽ ദയവ് ചെയ്ത് നീ ഒന്ന് മൗനം പാലിക്കും. അതാണ് നിനക്കിപ്പോ രേണുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം നീ രേണുസുതിക്ക് വേണ്ടി വാ തുറന്നു കഴിഞ്ഞാണെങ്കിൽ ആളുകൾ കൂടുതൽ രേണുവിനെ തെറി വിളിക്കത്തേ ഉള്ളൂ. കാരണം അമ്മാതിരി വാക്കുകളാണ് നിന്റെ വായിന്ന് വരുന്നത്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് ഇപ്പൊ രേണുവിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ട് ഒന്നും മിണ്ടാതെ ഉരിയാടാതെ അവിടെ ഇരിക്കും കേട്ടോ. അവളെ കിച്ചുവിനെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. എനിവേ, ഇങ്ങനെ പോകുന്നു രേണുസുതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നലെ നടന്ന ഒരു എക്സ്ക്ലൂസീവ് സംഭവത്തിലേക്ക് വരാം. അത് മറ്റൊന്നുമല്ല, ഇന്നലെ ഈ പറയുന്ന നോബിൾ ഫിലിപ്പ് രേണു കിച്ചു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ നോബിൾ ഫിലിപ്പ് ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. രേണുസുതി ഇപ്പം താമസിക്കുന്ന വീടിന് സ്ഥലം കൊടുത്ത ആളാണ് ഈ പറഞ്ഞ നോബിൾ ഫിലിപ്പ്. ആ സ്ഥലം അവർക്ക് കൊടുത്തത് കാരണമായിട്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ഒരാളാണല്ലേ ഈ പറഞ്ഞ നോബിൾ ഫിലിപ്പ്. ഒരു സമയത്ത് ഈ പറഞ്ഞ നോബിൾ ഫിലിപ്പും രേണുസും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. അതൊന്നും അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നിരുന്നാലും രേണുസുതിക്ക് രോഗം വന്ന സാഹചര്യത്തിൽ ഇപ്പൊ നൈസായിട്ട് നോബിൾ ഫിലിപ്പ് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ വരെ രേണുവിനെ കുറ്റം പറഞ്ഞ ആള് ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കിച്ചുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരാൾക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നോബിൾ ഫിലിപ്പിന്റെ മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ് മക്കളെ. നമുക്ക് എന്തായാലും നോബിൾ ഫിലിപ്പ് കിച്ചുവിനെതിരെ പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് കേട്ടോക്കാം. ഇന്നലെ മെയിൻ സ്ട്രീം വൺ എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടക്കാണ് നോബിൾ ഫിലിപ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. പക്ഷെ സ്വന്തം മകനെന്ന് അവര് വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് പറയേണ്ടത്? അല്ല, കിച്ചുവിനെ ഇങ്ങനെ തുറന്ന് പറയേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അച്ഛൻ അറിയോ? അത് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഈ പറഞ്ഞ കിച്ചുവിനെതിരെ ഒരാഴ്ച മുമ്പ് രേണുസുതി ഒരു വീഡിയോ ആയിട്ട് വരുന്നു. അതിൽ രേണുസുതി പറയണ എന്താണ്? എന്നെ കാണാൻ ഒരുപാട് ആളുകൾ വന്നു, പക്ഷെ ഞാൻ പോറ്റി വളർത്തി എന്റെ മകൻ എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഇത് കണ്ട കിച്ചു എന്താക്കി? എന്നാ പിന്നെ പോയേക്കാം എന്ന് കരുതി ഞാൻ രേണുവിനെ കാണാൻ പോവാട്ടോ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പുള്ളിക്കാരൻ എന്താക്കി? രേണുവിനെ കാണാൻ പോയി. രേണുവിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കിച്ചു രേണുവിനെ കാണാൻ പോകുന്നതെന്ന് ഓർക്കണം. അങ്ങനെ പോയ കിച്ചുവിന് അവിടെ ഉണ്ടായ അനുഭവം എന്താണ്? രേണുസുതി കിച്ചുവിനെ കാണാൻ കൂട്ടാക്കിയില്ല. അതും പോരാഞ്ഞിട്ട് രേണുവിന്റെ വീട്ടുകാർ കിച്ചുവിനെ അപമാനിച്ചു വിടുകയും ചെയ്തു. ഇതിന് പിന്നാലെ അപമാനിതരായതുകൊണ്ടാണ് കിച്ചു രേണുവിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അല്ലാതെ കിച്ചു സ്വയം ഇഷ്ടപ്രകാരം രേണുവിന് ഇപ്പൊ നല്ല സഹതാപം കിട്ടുന്ന സമയമല്ലേ, കുറച്ച് നെഗറ്റീവ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് വന്നതല്ല. നിങ്ങൾ കാര്യം പറഞ്ഞ് സംസാരിക്കണം അച്ചോ. ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയരുത്. എന്തായാലും ബാക്കി കേട്ടോക്ക്. എന്തായാലും അവസാനം ഇന്നലെ കിച്ചു ഒരു വീഡിയോ ഇട്ടതിന്റെ പിറകെ രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനത് കണ്ടില്ല. നോക്കാം, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കാം എന്താണെന്ന്. ഞാൻ കണ്ടില്ല, സമയമില്ലായിരുന്നു. ഇതിപ്പോ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണല്ലോ നമ്മൾ കയറി നോക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇത്ര ഗൗരവമായിട്ടുള്ളത് വരുവാണെങ്കിൽ നമ്മൾ കാണേണ്ടത്. അതാണ് മൂപ്പര് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സംഭവം ഫോളോ അപ്പ് ചെയ്യുന്നില്ല. രേണുസുതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചർച്ചകളാണെന്ന് നടക്കുന്നത് പോലും ഈ ആശാൻ അറിയില്ല. എന്നിട്ടാണ് കിച്ചുവിനെ കുറ്റപ്പെടുത്തി വന്നേക്കുന്നത്. കിച്ചു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ നോബിൾ ഫിലിപ്പ് അച്ഛന് രേണുവിനെ കാണാൻ പോയിട്ടുണ്ടാകും. അങ്ങനെ കാണാൻ പോയ സാഹചര്യത്തിൽ അവർക്ക് രേണുവിനോട് കുറച്ച് സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ടാവും, രേണുവിന്റെ കോലൊക്കെ കണ്ടിട്ട്. അന്നേരം രേണു ഇവരെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് തിരിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ പറഞ്ഞ് തിരിപ്പിച്ച സാഹചര്യത്തിലായിരിക്കണം ഇവർ കിച്ചുവിനെതിരെ ഇപ്പൊ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അത് രംഗത്ത് വന്ന ചാനൽ ഏതാണ്? അതാണ് മുട്ടൻ കോമഡി, മെയിൻ സ്ട്രീം ആണ്. എപ്പോഴും രേണുസുതിക്ക് വേണ്ടി PR ചെയ്യുന്ന ഒരു ചാനലാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രേണുസുതിയെ കാണാൻ പോകുന്ന ഒരു പറ്റം ആളുകളെല്ലാം മെയിൻ സ്ട്രീം ആണ് എന്ന് പറഞ്ഞ് ഈ ചാനലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതും രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കുറച്ച് ദിവസം മുമ്പ് സായി ഈ ചാനൽ വന്ന് ഇന്റർവ്യൂ കൊടുത്ത് ഇപ്പോഴത്തെ നോബിൾ ഫിലിപ്പ് അച്ഛനും. എനിക്ക് തോന്നുന്നു രേണുക്കെ ഇവരെ പറഞ്ഞു വിടുന്ന തോന്നുന്നു, രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചാനൽ ഒന്ന് സംസാരിക്കാൻ. എന്തായാലും പറ്റിയ ചാനലാണ് കേട്ടോ.
രേണുവിന് പറ്റിയ ചാനലാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ചാനൽ പോലും ഉണ്ട്. എന്തായാലും ബാക്കി കേട്ടോ എന്തായാലും അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്, അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് അവരുടെ മെഡിസിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താണ് പറയുക, അവർക്കൊരു സെഡേഷന്, അത് മരുന്നിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ഡിപ്രഷൻ മൂഡ്, അതൊക്കെ വരും. അതൊക്കെ വരുന്ന ഉടനെ അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്ത് പറ്റിയ ഇങ്ങനൊരു മാറ്റം? മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പണ്ട് രേണുസുധീനെ വാതോരാതെ കുറ്റം പറഞ്ഞിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ നേരെ പ്ലേറ്റ് മാറ്റിയേക്കുന്നു. രേണുസുധീന് ഒടുക്കത്തെ സപ്പോർട്ട്, കിച്ചുവിനാണെങ്കിലും ഒടുക്കത്തെ കുറ്റം പറിച്ചല്ലോ. എന്തായാലും രേണുസുധി നല്ലോണം പറഞ്ഞ് തിരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഒരു ബാക്കി കേട്ടോ എന്തായാലും ഇതേ കൂടെ ഒരു തീരുമാനമല്ല, നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് എന്തറിയാന്നാ പറയുന്ന അച്ചോ? കൂടി പോയാൽ അവനിപ്പോ വെള്ളടിച്ച് വണ്ടി ഓടിച്ച് അവന് പോലീസ് പിടിച്ചിട്ടുണ്ടാകും. അതല്ല എങ്കിൽ അവനെ ചിലപ്പോൾ കഞ്ചാവ് അടിച്ച് പൊക്കിയിട്ടുണ്ടാകും. ഇതൊക്കെ അവന് മുമ്പ് അവന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അച്ഛൻ ആ വീഡിയോ ഒന്നും കണ്ടു കാണില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്ന് ഡയലോഗ് അടിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അച്ചോ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാലും എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ചിലപ്പോ പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അവനിപ്പോ ഞാൻ വീട്ടിലേക്ക് വരാനും പോണില്ല. അവനിപ്പോ അവന്റെ കൊല്ലത്തുള്ള അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇനിയുള്ള കാലം അവൻ അവിടെ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇനിയിപ്പോ ആ കോട്ടയത്തുള്ള വീടിന്റെ അവകാശം മിക്കവാറും പൂർണ്ണമായിട്ട് ഋതപ്പല്ലിലേക്ക് മാറും. കാരണം ആ വീടിന് സ്ഥലം കൊടുത്ത ആളും ഇപ്പം കിച്ചുവിനെതിരെ തിരിഞ്ഞല്ലോ. രേണു തിരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതൊക്കെ ആ വീട് സ്ഥലവും കിച്ചുവിൽ നിന്നും തട്ടിയെടുക്കാനുള്ള രേണുവിന്റെ ഗെയിം പ്ലാൻ ആണെന്ന് ആര് കണ്ടു? അല്ല, വീടിന് സ്ഥലം കൊടുത്ത ആൾ കൊണ്ട് തന്നെ കിച്ചുവിനെ കുറ്റം പറയിപ്പിക്കണമെന്നുണ്ടെങ്കിലേ ചിലപ്പം ആ പ്ലാനും രേണുവിന്റെ മനസ്സിലുണ്ടാക്കാം. എനിക്കൊന്നും അറിയില്ല എന്തായാലും അതിനെ കുറിച്ചിട്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നിപ്പോവാണ്. എന്തായാലും ബാക്കി കേട്ടോ എന്തായാലും. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളുണ്ട്. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവരെ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിന്റെ നീതിയാ? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചെയ്യുന്നതിനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും.
ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ഈ രാഹുൽ ദാസ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പൊ അവൻ എല്ലാവരും അവരുമായിട്ട് ചേർന്ന് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ അവരോടുകൂടെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്ത് അവരെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ചെയ്തത്. പക്ഷെ നെഗറ്റീവ് ആയത് രാഹുൽ ദാസ് ആണ്. ഒരിക്കലും രേണുസുതിയോ അവരുടെ കുടുംബമോ നെഗറ്റീവിലേക്ക് പോകത്തില്ല. ഉണ്ടാണ് ഇത്. കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിച്ചത് രേണുവിനെയും കുടുംബത്തെയുമാണ്. അതുവരെ രോഗത്തിന്റെ സാധാപത്തിൽ പോസിറ്റീവായി പോവുകയായിരുന്നു രേണു. എന്ന് ഈ പറയുന്ന കിച്ചുവിനെ കുറ്റം പറഞ്ഞ് രേണു രംഗത്ത് വന്നോ അന്ന് രേണു നെഗറ്റീവായി മാറുന്നുള്ളതാണ്. ആ നെഗറ്റീവ് പോക്കാൻ വേണ്ടി നടത്തിയ ഒരു സ്റ്റേജിൽ ഇന്റർവ്യൂ ആണ് ഇതുമെന്നും ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ഉള്ളത് പറയരുത്, പക്കാ സ്റ്റേജിൽ ഇന്റർവ്യൂ ആണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. രേണുവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയും കിച്ചുവിനെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയും നടത്തിയ ഒരു സ്റ്റേജിൽ ഇന്റർവ്യൂ. അതാണ് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിനുവേണ്ടി ഇവിടെ ഫാദർ നോബിൾ ഫിലിപ്പിനെ രേണു വിദഗ്ധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഉള്ളത് പറയാലോ ഫാദറെ, എനിക്ക് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ചാടി പോകും. കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി നിങ്ങൾ രേണുവിനെതിരെ സംസാരിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു. അവര് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പലതും പബ്ലിക്കിൽ വന്ന് സംസാരിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആള് നേരെ മാറി. രേണുസുതിന്റെ കയ്യിലെ കളിപ്പാവായിട്ട് മാറി. ഇപ്പൊ നിങ്ങൾ രേണുസുതി പറഞ്ഞതിനനുസരിച്ച് രേണുസുതിക്ക് വേണ്ടി പബ്ലിക്കിൽ വന്ന് ഓരോന്ന് സംസാരിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ സോഫ്റ്റ്നെസ്സും നിങ്ങളുടെ മനസ്സിന്റെ നിഷ്കളങ്കതയുമാണ് അത് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളൊരു പാവമാണ്. ഒരാളുടെ അസുഖം കാണുമ്പോഴും ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് സങ്കടം പറയുമ്പോഴും നിങ്ങളുടെ മനസ്സലിയും. അങ്ങനെ മനസ്സലിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ കിച്ചുവിനെതിരെ വന്ന് സംസാരിച്ചതെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിച്ചത് ഒരു റോങ് വ്യക്തിക്കെതിരായി പോയി എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാൻ രേണു, നിങ്ങൾ അതിവിദഗ്ധമായി തന്നെ ഇവിടെ കിച്ചുവിനെതിരെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ഫാദർ നോബിൾ ഫിലിപ്പിന് വരെ നിങ്ങൾ പറഞ്ഞു തിരിപ്പിച്ചിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഞാൻ തൽക്കാലം ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.